ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷിജൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഇന്ന് പുതുവത്സരം ആയതുകൊണ്ട് തന്നെ ഒരു മധുരത്തിലൂടെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്രഥമനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ ചക്കയാണ്, അത് വെച്ചിട്ട് ഒരു പ്രഥമൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ചക്ക എടുത്ത് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഈ ചക്ക പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു ഒരു വിസിൽ വരണ വരെ വേവിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് കിസ്മസും അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും വറുത്തെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് ഇതേപോലെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേവിച്ചെടുത്ത ആ ചക്ക മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കി ഇതേപോലെ പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തു വയ്ക്കണം. ഇനി നമുക്ക് പ്രഥമനിലേക്ക് തൻപാലും 2-ാം പാലും ആവശ്യമാണ്. അതേപോലെ ശർക്കര ലായനി ആവശ്യമാണ്. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു മൂട് കട്ടിയുള്ള പാത്രം എടുത്ത് വെച്ചിട്ട് നമ്മൾ കിസ്മസ് അണ്ടിപ്പരിപ്പും വറുത്തതിൻ്റെ നെയ്യ് ബാലൻസ് വന്നതാണത്. അത് ഈ പാനിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുത്ത ആ ചക്കയുടെ പേസ്റ്റ് ഇതിനകത്ത് ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ നല്ലതായിട്ട് വഴറ്റി കൊടുക്കണം. അതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് പോണ വരെ നമ്മൾ ശരിക്കും നന്നായിട്ട് നെയ്യിലിട്ട് വഴറ്റണം. നന്നായി തിളച്ച് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി നന്നായിട്ട് ആ നെയ്യ് കിടന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള 2-ാം പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനുള്ള 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ 2-ാം പാൽ നന്നായിട്ട് തിളച്ച് വറ്റി വരണം. അതുവരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൈ വിടാണ്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അടി പിടിക്കാണ്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇപ്പോൾ 2-ാം പാൽ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ശർക്കര ലായനി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇപ്പോൾ നന്നായിട്ടൊന്ന് കുറുതായി വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തൻപാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള തൻപാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അധികം തിളപ്പിക്കേണ്ട നമുക്ക്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഏലക്കാപ്പൊടിയും കുറച്ച് ജീരകപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂട് കയറ്റിയാൽ മതി. തൻപാൽ ഒഴിച്ചാൽ തന്നെ പിന്നെ തിളയ്ക്കാൻ പാടില്ല. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ കിസ്മസ് അണ്ടിപ്പരിപ്പ് നമ്മുടെ തേങ്ങക്കൊത്ത് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ചൂടാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നല്ല ചൂടുണ്ട്, ഒന്ന് ചൂടാറിക്കോട്ടെ. അപ്പോൾ ഇച്ചും കൂടി ടൈറ്റായിട്ട് വരും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചക്കപ്രഥമൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ സെർവിങ് ബൗളൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചക്ക കൊണ്ടുള്ള പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഓരോ വീഡിയോ വെച്ചിടുന്നുണ്ട്, നിങ്ങൾ കാണണം കേട്ടോ. കണ്ടിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം കേട്ടോ. എന്നാലേ നമ്മുടെ പോരായ്മകൾ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനും പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനടി വരും. താങ്ക്സ് ഫോർ വാച്ചിങ്.